സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്തിരിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയത് സർക്കാരാണോ ടീകോമാണോ എന്ന് പരിശോധിക്കണം. 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യക്തമായ കരാർ ടീകോമുമായി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന അച്യുതാനന്ദൻ സർക്കാർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി. അപ്പോഴും തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ ടീകോമിന് വീഴ്ച സംഭവിച്ചാൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴുള്ള സർക്കാർ തീരുമാനം കരാറുകളുടെ ലംഘനവും ദുരൂഹവുമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ്. ഇത് വിശദമായ യാതൊരു ചർച്ചയും LDF പോലും നടത്തിയിട്ടില്ല. പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ വിഷയം നിലവിലുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ടീകോമിന് കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2005 MOU വെച്ചപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോൾ, 7 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ എന്താണ് ടീകോം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. 10 കൊല്ലം കഴിയുമ്പോൾ 90,000 പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നായിരുന്നു ധാരണ. അപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എത്രയാണ്, അതിൽ നിന്ന് എത്ര കുറച്ചാണ് അവർ കൊടുത്തതെങ്കിൽ ഓരോ തൊഴിലിനും 6,000 രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ 10 കൊല്ലത്തേക്കും ഉണ്ടായിരുന്നു. 2007 അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ അവരുണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ ആ വ്യവസ്ഥകൾ മാറ്റി. പക്ഷേ അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിലെയും 7 അതുപോലെ 11 വ്യവസ്ഥകൾ അനുസരിച്ച്, ക്ലോസ് അനുസരിച്ചിട്ട് എന്തെങ്കിലും വീഴ്ച ടീകോമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ സർക്കാർ നടത്തിയ എല്ലാ മുതൽ മുടക്കുകളും ചെലവഴിച്ച തുകയും ടീകോമിൽ നിന്ന് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 722C വളരെ കൃത്യമായി പറയുന്നു, റിക്കവർ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ്, കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഇൻകർ ഫ്രം ടീകോം ആസ് സർട്ടിഫൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ജോയിൻ്റ്ലി അപ്പോയിൻറ്റഡ് ബൈ ദ പാർട്ടീസ്. ഇത് തന്നെ 11 വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ടീകോം ആൻഡ് ഇറ്റ്സ് പെർമിറ്റഡ് affiliates shall be jointly and severally liable to indemnify, defend and hold Government of Kerala and society harmless for damages arising directly or indirectly from or in connection with any breach of any warranty of TCOM contained in this agreement. അപ്പോൾ 2007 സർക്കാർ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഈ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ. ഇവിടെ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ച പ്രധാന ചോദ്യം. ആരാണ് വീഴ്ച വരുത്തിയത്? സർക്കാരാണോ അല്ലെങ്കിൽ ടീകോമാണോ? കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് നടത്തിയിരിക്കുന്നത്? നമുക്കറിയാമല്ലോ, 2007 എഗ്രിമെൻറ്റ് 10 വർഷം അല്ലേ, 2019 മുമ്പ് തീർക്കണമെന്നാണ്. എന്നിട്ട് ഈ ഓരോ 5 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ളതല്ലേ, ഗവൺമെൻറ്റിന് ഷെയർ ഉള്ളതല്ലേ. അപ്പോൾ സർക്കാർ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉള്ളൊരു നീക്കം ദുരൂഹമാണ്. അത് ആ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് ടീകോമിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി ഈ നടപടിയായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല. ഇത് എന്താണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ വിവരം എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ അതിൽ നിന്ന് പിന്മാറാനുള്ള ഏകപക്ഷീയമായ നീക്കം പുനരാലോചിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.